എടി സൂസമ്മോ, എന്നാ പറ്റിയടി? 2 ദിവസമായല്ലോ പള്ളിയിലേക്കൊക്കെ വന്നിട്ട്. ഒന്നും പറയണ്ട ചേച്ചി. 2 ദിവസമായിട്ട് പല്ലിനും വായിക്കും ഒരു അസ്വസ്ഥതയാ. ഒന്നും കഴിക്കാനും മേല, കുടിക്കാനും മേല. എന്നാ പറ്റി? പല്ലുവേദനയാണോ? ആഹാരം കഴിക്കാൻ പോലും വയ്യ. പല്ലുകൾക്കൊക്കെ ഒരാട്ടം. പിന്നെ 2-3 പ്രാവശ്യം ഷുഗർ ചെക്ക് ചെയ്തപ്പോ കൂടുതലാ. അതുകൊണ്ടാവണം ബ്രഷ് ചെയ്യുമ്പോ ബ്ലഡ് വരുന്നു. ചായയും കാപ്പിയൊക്കെ കുടിക്കുമ്പോ ഭയങ്കര പുളിപ്പാ പല്ലിന്. അത് 2 നേരം ബ്രഷ് ചെയ്താ മതിയെന്നേ. വേണേലൊന്ന് പോയി ക്ലീൻ ചെയ്. ഞാൻ ഒരാഴ്ച മുൻപ് പോയി ക്ലീൻ ചെയ്തായിരുന്നു. അതല്ല ചേച്ചി, 2-3 ദിവസമായിട്ട് എനിക്ക് വായ്നാറ്റോന്നും പറഞ്ഞ് ഇച്ചായൻ എന്നെ കളിയാക്കുവാന്നേ. അതിനുശേഷം പിള്ളേർക്ക് ക്ലാസ് എടുക്കാൻ ബുദ്ധിമുട്ടും തോന്നുവാ. ഒന്നില്ലേലും ഞാനൊരു ടീച്ചറല്ലേ. വീട്ടിലും ഇതേ അവസ്ഥയാ. ക്ലീൻ ചെയ്യാൻ പറഞ്ഞ ഇച്ചാൻ കേൾക്കുന്നില്ല. പുക വലിച്ചു വലിച്ച് പല്ലൊക്കെ കറുത്തിരിക്കുക. മാത്രമല്ല പല്ലിന് ഇളക്കവും മോണവേദനയുണ്ടെന്നാ പറയുന്നത്. പക്ഷേ മോണേന്ന് ബ്ലഡ് വരുന്നൊന്നും പറഞ്ഞില്ല. ഓ, പ്രായമായി വരുവല്ലേ, ഇതൊക്കെ സാധാരണ തന്നെ. എന്തായാലും എനിക്കൊരു പല്ല് ഡോക്ടറെ കാണണം. ആ, അത് പറഞ്ഞപ്പോഴാ ഓർത്തെ, പുത്തങ്കരിയിലെ കറിയാച്ചന്റെ മോള് ലില്ലിക്കുട്ടി ഇല്ലയോ, അവള് പല്ല് ഡോക്ടർ അല്ലയോ? ഇപ്പൊ ഞാൻ അവളെ പല്ലി വെച്ച് കണ്ടതാ. നമുക്കൊന്ന് അവളെ പോയി കാണാം. മോളെ ലില്ലി, ഒന്നവിടെ നിന്നേ. പഠിത്തൊക്കെ കഴിഞ്ഞ് ഏതെങ്കിലും ഡെന്റൽ ക്ലിനിക്കിൽ കയറിയോ നീ? ഞാനിവിടെ ചങ്ങനാശ്ശേരിയിൽ ഡോക്ടർ മാത്യുവിന്റെ ക്ലിനിക്കിൽ വർക്ക് ചെയ്യാ. 5-6 മാസമായി. ആന്റി വീട്ടിലേക്കാണോ? എന്നാ കയറിക്കോ. അതെ, മോളോടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടായിരുന്നു. ഈ ആന്റി അറിയത്തില്ലയോ, സൂസൻ, നമ്മുടെ പാറയ്ക്ക് തോമാച്ചന്റെ ഭാര്യ. ആ, സൂസൻ ആന്റി എനിക്കറിയത്തില്ലയോ? മോളുടെ പഠിത്തം കഴിഞ്ഞ ഞാൻ അറിഞ്ഞില്ലായിരുന്നു. എനിക്ക് പല്ലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടായിരുന്നു. എന്താ അറിയേണ്ടത്? എന്റെ മോളെ, ഒന്നും പറയണ്ട. കുറച്ചു നാളായിട്ട് എനിക്ക് ഭയങ്കര വായ്നാറ്റാന്ന ഇച്ചായൻ പറയുന്നേ. 1-2 പല്ല് ആടുന്നുണ്ട്. പിന്നെ ബ്രഷ് ചെയ്യുമ്പോ ബ്ലഡ് വരുന്നുണ്ട്. എന്റെ അച്ചായനും ഇതേ പ്രശ്നമുണ്ട്. പക്ഷെ ബ്രഷ് ചെയ്യുമ്പോ ബ്ലഡ് വരുന്നുണ്ടോന്നറിയില്ല. വാ എന്ന് തുറന്നേ. ആന്റിക്ക് മോണ ചുരുങ്ങി കയറുന്നുണ്ടല്ലോ. ചൂടും തണുപ്പൊക്കെ തട്ടുമ്പോ പുളിപ്പ് തോന്നുന്നുണ്ടോ? ഉണ്ട്. ആ, ആന്റിക്ക് മോണരോഗത്തിന്റെ ആരംഭമാണ്. പല്ലിളക, വായിൽ നിന്ന് ദുർഗന്ധം വരിക, മോണയിൽ നിന്നുള്ള ബ്ലീഡിംഗ്, പല്ലിന്റെ ഇടയിലുള്ള വിടവ്, എല്ലിന്റെ തേയ്മാനം, മോണയുടെ ചുരുങ്ങൽ എന്നിവയെല്ലാം മോണരോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. ഇതിനെന്താണ് ഒരു പ്രതിവിധി? ചെറിയ തോതിലുള്ള മോണരോഗമാണെങ്കിൽ 2 നേരം ബ്രഷ് ചെയ്യുക, ഫ്ലോസ് ചെയ്യുക, പിന്നെ ഏതെങ്കിലും ഒരു ഡെന്റിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരമുള്ള മൗത്ത് വാഷ് ഉപയോഗിക്കുക. കൂടാതെ 6 മന്ത്സ് കൂടുമ്പോൾ പല്ല് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. മോണരോഗം സിവിയർ ആകുമ്പോൾ പല്ലുകൾ ഇളകുകയും അവയ്ക്കിടയിൽ ഗ്യാപ്പ് ഉണ്ടാവുകയും മോണയിൽ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടാവുകയും ചെയ്യുന്നു. ശ്രദ്ധിച്ചില്ലെങ്കിൽ താടിയെല്ലിന് തേയ്മാനം വരെ ഉണ്ടാവാം. ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുകയും വിദഗ്ധ ചികിത്സ തേടുകയും ചെയ്യണം. ആദ്യഘട്ടത്തിൽ പല്ല് ആഴത്തിൽ ക്ലീൻ ചെയ്യണം, ഡീപ്പ് ക്ലീനിങ്. എന്നിട്ടും ഭേദമായില്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ആവശ്യമാണ്. ഇതിനായി മോണ തുറന്നു വെച്ച് അതിനുള്ളിലെ അഴുക്ക് മാറ്റി വൃത്തിയാക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാണ് നിങ്ങളുടെ മോണ ചുരുങ്ങി വരുന്നത്. ഇതിനോടൊപ്പം തന്നെ ഈ മോണ ചുരുക്കം മാറ്റാനായി ഫ്ലാറ്റ് സർജറി എന്ന ചികിത്സയും ചെയ്യേണ്ടി വരും. അയ്യോ മോളെ, സർജറി ഒക്കെ ആവശ്യമുണ്ടോ? അതിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഒക്കെ ആവണ്ടേ? ആന്റി, ഇത് സാധാരണ ക്ലിനിക്കൽ സെറ്റപ്പിൽ ചെയ്യാവുന്ന ഒരു മൈനർ സർജറിയാണ്. ചികിത്സ കഴിഞ്ഞ ഉടനെ വീട്ടിലേക്ക് പോവാം. ഇതിന് അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. മോളെ, ഇതോടൊപ്പം വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 തവണ ബ്രഷ് ചെയ്യണം, ഫ്ലോസ് ചെയ്യണം, പിന്നെ ഏതെങ്കിലും ഒരു ഡെന്റിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം മൗത്ത് വാഷ് ഉപയോഗിക്കുകയും വേണം. പിന്നെ പ്രഷറോ ഷുഗറോ ഉണ്ടെങ്കിൽ അതിനുള്ള ചികിത്സയും കൂടെ തേടണം. മോളെ, കഴിഞ്ഞ പ്രാവശ്യം ചെക്ക് ചെയ്തപ്പോ ഷുഗർ അല്പം കൂടുതലായിരുന്നു. ഷുഗർ കൂടുതലാണെങ്കിൽ മോണരോഗം വരാനുള്ള സാധ്യതയും കൂടുതലാണ്. കാരണം പ്രമേഹ രോഗികളിൽ രോഗപ്രതിരോധ ശേഷി കുറവാണ്. അതിനാൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ പറഞ്ഞു വെച്ച് നോക്കുമ്പോഴേ എന്റെ ഭർത്താവിനും ഉണ്ടാവും മോണരോഗം. പിന്നെ പുകവലിയും കൂടെ ഉള്ളതുകൊണ്ട് പല്ല് മൊത്തം കറുത്തായിരിക്കുന്നേ. സൂസനാന്റി ഏതായാലും ഒന്ന് ക്ലിനിക്കിലോട്ട് വാ. നമുക്ക് വായൊന്ന് പരിശോധിച്ചിട്ട് മുന്നോട്ടുള്ള ചികിത്സ നോക്കാം. ശരി മോളെ. നിങ്ങൾ കയറിക്കോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. സൂസനാന്റി വരുമ്പോൾ ഷുഗർ ലെവൽ നോർമലാക്കി റിപ്പോർട്ട് കൊണ്ടുവരണം. പിന്നെ ഗ്രേസി ആന്റി അങ്കിളിനോട് പറയണം പുകവലി നിർത്താൻ. എന്നിട്ട് ക്ലിനിക്കിലോട്ട് ഒരു ദിവസം കൊണ്ടുവാ. ശാരീരികാരോഗ്യത്തിന് വായുടെ ശുചിത്വ പരിപാലനവും ആരോഗ്യവും ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. ശരിയായ ദന്തശുചീകരണ മാർഗങ്ങൾ വീട്ടിൽ തന്നെ ശീലിക്കേണ്ടതാണ്. കൃത്യമായ ഇടവേളയിൽ ദന്തവിദഗ്ധനെ സന്ദർശിക്കുന്നതിലൂടെ ആരോഗ്യമുള്ള വായും സുന്ദരമായ പുഞ്ചിരിയും നിലനിർത്താൻ സാധിക്കും.